ഹലോ, ഇതെന്താണെന്നറിയില്ലേ? പ്ലാവിൻ്റെ ഇല, നമ്മൾ ആപ്പില ഇത് വെച്ചിട്ട് കയ്യിൽ കുത്തിയിട്ട് കഞ്ഞി കുടിക്കാനുള്ള പരിപാടി. അതെ സുഹൃത്തുക്കളെ, പഴമയിലേക്കൊരു തിരിഞ്ഞു നോട്ടം. ഹേയ്, ഇപ്പം തിരിഞ്ഞു നോക്കി ഞാൻ കൗത്തുൽക്കാൻ നിൽക്കണ്ട. ഇപ്പം തൽക്കാലങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. എന്നിട്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഫ്രീ ഉള്ള ഒരു ദിവസം ഫാമിലിനെയും ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂടിയിട്ട് ഇതുപോലത്തെ കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് നമുക്ക് ഓർത്തെടുക്കാമല്ലോ. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നിട്ടിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളി. എനിവേ, ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഗസ്റ്റ്. അങ്ങനെ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡെക്കറേഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ബിക്കോസ് ഹി ഈസ് മൈ സോൾമേറ്റ്. ഹിസ് നൈസ് നെയിം ഈസ് സൈനുൽ ആബിദ്. ഇന്റെ ആബി ഉസ്താദ് നാട്ടിലേക്ക് ലീവിന് വന്നതാണ്. മൂപ്പര് ലീവെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാനായി. സോ ഇന്നത്തെ ഫുഡ് എന്താക്കുന്നു ചോദിച്ച സമയത്ത് മൂപ്പരനാണ് പറഞ്ഞത് കഞ്ഞിയും ചമ്മന്തി. ആ പഴയൊരു ഓർമ്മ ഉണ്ടല്ലോ, അത് വേണം. അപ്പൊ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന കോലത്തിൽ മാക്സിമം നൊക്ലാജിക് ഫീലിംഗ് കൊണ്ടുവരാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. കഞ്ഞിയിലേക്ക് കൂട്ടാനായിട്ടുണ്ടായിരുന്നത് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ ചമ്മന്തി, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, വലിയ സിസ്റ്റർ ഉണ്ടാക്കിയതാണ്. പിന്നെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് മുളകെല്ലാം പറിച്ചിടുന്നു, ഉണക്കമീൻ ഉണ്ടായിരുന്നു, പിന്നെ ചേമ്പ് പുഴുങ്ങിയതില്ലേ, പിന്നെ പപ്പടം കൂടി ആയപ്പോൾ സെറ്റ്. പിന്നെ കഞ്ഞിക്കുള്ള ഉപ്പ് അവിടെ സൈഡിലുണ്ട്. ചീരാമുളക് എന്താണെങ്കിലും വേണമെന്ന് മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതിനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. കിട്ടിയ മുളക് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇതുപോലെ കഞ്ഞിലും കുടിക്കുന്ന സമയത്ത് മുളക് ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുണ്ടോ? മൂപ്പരാണ് മുളക് തിന്നുന്നതെങ്കിലും ഒരു എരിവിൻ്റെ ഫീലിംഗ് എനിക്ക് വന്ന പോലെ പിന്നെ നോക്കിയിരുന്നില്ല, ഞാനും അങ്ങോട്ട് തുടങ്ങി. ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ബിക്കോസ് യൂട്യൂബിൽ നോക്കിയിട്ടുണ്ടാക്കി ചമ്മന്തിന് മൂപ്പര് റിവ്യൂ അറിയാൻ വേണ്ടി വെയിറ്റിംഗിലായിരുന്നു. അൽഹംദുലില്ലാ മൂപ്പര് തലക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും ഒരു വീഡിയോ അങ്ങ് പിടിച്ചു തുടങ്ങി. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള 3-4 യൂട്യൂബേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ അടുത്ത ഫ്രണ്ടാണ് ഈ വ്യക്തി. അവരുടെ ചാനലിലൊന്നും ഇവരുടെ ഫേസ് പോലും കാണിക്കാൻ കൂട്ടാക്കാണ്ട് എൻ്റെ കുഞ്ഞു ചാനലിൽ വന്നിട്ട് വീഡിയോ ഒക്കെ നിന്ന് തരുന്നുണ്ടെങ്കിൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. 4 നുള്ളും പിച്ചൊക്കെ കൊടുത്തിട്ട് അവിടെ പിടിച്ചിരുത്തിയതാണ്. ഞാനൊരു മന്തി ലവർ ആണെങ്കിലും ഈ ഒരു കഞ്ഞി കുടിക്കുന്നതിൽ പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ഓർമ്മകളുടെ ഏടുകളിലേക്ക് പുതിയ അധ്യായം കുറിക്കാൻ ഞങ്ങൾ പുറത്തിറങ്ങി. ഇതൊക്കെ തന്നെയാണ് പരിപാടി. എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, പതിവിലും വിപരീതമായി പ്രാവശ്യം മൂപ്പര് വിദേശത്ത് പോകുന്ന സമയത്ത് മധുരമുള്ള ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാവും തിരിച്ചു പോകുന്നത്. അപ്പം ശരി, ബൈ.